ലോകമെമ്പാടുമുള്ള കൈരളിയുടെ പ്രിയ പ്രേക്ഷകർക്ക് നമസ്കാരം. നമസ്കാരം. അനീഷേട്ടാ, നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിലൂടെ പ്രിയപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാവുന്ന നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഒരു വേദിയാണ് നമ്മുടെ ഈ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ ഈ വേദി. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാകുന്ന ഇങ്ങനെയാണല്ലോ അല്ലേ? ഇങ്ങനെയും അങ്ങനെയും ഒക്കെ ചേർന്ന് ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ഓരോ ദിവസവും പുതിയ പുതിയ കൂട്ടുകാർ നമ്മളെ തേടി വരുന്നു, നമ്മുടെ രുചിയെപ്പറ്റി സംസാരിക്കുന്നു, വിഭവങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം. ഒരുപാട് സന്തോഷത്തോടെ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. അപ്പോ നമുക്ക് തുടങ്ങാല്ലേ? തുടങ്ങാം. പക്ഷെ നമ്മൾ മാത്രമാണെങ്കിൽ തുടങ്ങാൻ പറ്റില്ലല്ലോ. അതെ, നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ കൂടി വരണ്ടേ? വിളിക്കാം അല്ലേ? ஏன் இங்க ஒளிஞ்சுட்டு இருந்தே? எனக்கு தெரியல. ஏன் இப்படி முகமெல்லாம் வேர்த்து கொட்டுறது? எனக்கு தெரியல. அச்சச்சோ, ஏன் இப்படி கையெல்லாம் படபடன்னு நடுங்கிறது? எனக்கு தெரியல. உட்காருங்க. Kick off your shoes, relax, enjoy the show. പേടമാനെ ഒന്ന് നില്ല്, എ പാപ്പ എ പാപ്പ എ പാപ്പ. പുന്നാര പേടമാനെ ഒന്ന് നില്ല്, എ പാപ്പ എ പാപ്പ എ പാപ്പ. ചിങ്കാരമൈന മുത്തേ തേൻ കരിമ്പേ, എ പാപ്പ എ പാപ്പ എ പാപ്പ. അപ്പ് അപ്പ് ഹാൻഡ്സ് അപ്പ്, ചെക്ക് ചെക്ക് നീല dip dip dollar kundo, rattle chip chip jacket, ship ship shake up, step step music kundo. Punnara peda punnara peda punnara peda mane ondu nillu, e papa e papa e papa. Chingaramaina mutte ten karimbe, e papa e papa e papa. അടങ്ങടാ, 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 അവിടെ വേണ്ട.
എടുത്തു കറക്കിയ വിഷ്ണുവിനോ കറങ്ങിയ നാദരയ്ക്കോ നമുക്ക് അതല്ല ഇറങ്ങി. ആരുടെ മുഖത്താ കൊള്ളാൻ പോണെന്ന് അറിയില്ല. അപ്പൊ എന്തായാലും അടിപൊളി. അപ്പോ നമ്മൾ ഇന്നിപ്പോ എന്താണ് വാമപ്പുണ്ടോ, എന്തൊക്കെയാണ് പരിപാടികൾ? കഴിഞ്ഞല്ലോ. അതെന്താ അറിയോ, ഇപ്പൊ നിങ്ങൾ ഇന്ന് ഒരുങ്ങി വരണ കണ്ടപ്പോ നമുക്ക് നിങ്ങളെ കൊണ്ടൊരു ഡാൻസ് ചെയ്യിപ്പിക്കണം എന്നൊക്കെ തോന്നി. നോക്ക് ശശികല എന്ന് എഴുന്നേറ്റ് ചേച്ചി നോക്കട്ടെ. സൂപ്പർ, ഗംഭീരൻ. എന്താണ് ഇതിന്റെ ഒരു? ഇതെന്റെ മോഡൽ ഡ്രസ്സാ. പക്ഷെ നന്നായിട്ടുണ്ട്. ചേച്ചി നന്നായിരിക്കും. ആമിയുടെ ഡ്രസ്സാ ഇത്. ആമിയുടെ. അപ്പൊ ഇന്നലെ നമ്മളിങ്ങനെ ഈ ഒരു ഫെസ്റ്റിവൽ മൂഡിലൊക്കെ സംഭവം പ്രസന്റ് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് രാത്രി തീരുമാനം എടുത്തിട്ട് ഞാൻ എന്തെടുത്തിടും നോക്കിയപ്പോ ആമിയുടെ ഉടുപ്പ് അവിടെ ഇരിക്കുന്നിടത്ത് നോക്കിയപ്പോ കറക്റ്റ് പാകം. ഞാനൊരു ജീൻസ് പാന്റും വേറൊരു ജാക്കറ്റ് പോലത്തെ സാധനം സെറ്റ് ചെയ്തു. രാത്രി എടാ അതല്ലടാ ഞാൻ മാറിയടാ. അങ്ങനെ വേണം. മാത്രമേ ഉള്ളൂ ഒരു ചേർച്ചയില്ലാത്ത രണ്ട് ഡ്രസ് അവരെ ഇതൊക്കെ പറഞ്ഞു. ഒരു ചേർച്ചയില്ല നിങ്ങളുടെ ഡ്രസ്. പക്ഷേ ചേച്ചിയുടെ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്. ഇത് മൈ ചോയ്സ് ബൈ ബീൻ ആന്റണി. ഓ ചേച്ചിയുടെ സ്വന്തം എന്റെ സ്വന്തം എന്റെ മൈ ചോയ്സിലെ ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നല്ല ഡ്രസ്, നല്ല ഡ്രസ്. ഇതെന്റെ ബർത്ത്ഡേക്ക് ഭാര്യ ചോദിച്ചില്ല സാർ ചോദിച്ചില്ല. ഗേൾസിന് മാത്രമേ ഉള്ളൂ അതോ ഇപ്പൊ ഗേൾസിന് മാത്രമേ ഉള്ളൂ? ജെന്റ്സിനോട് തുടങ്ങാം ഞങ്ങൾ. അതെ, ഇൻ ഫ്യൂച്ചർ നമ്മൾ തുടങ്ങാം. നിങ്ങൾ എല്ലാരും സഹകരിച്ചാൽ സപ്പോർട്ട് ചെയ്താൽ. പ്ലീസ്. ഫ്ലോവും കളഞ്ഞ് നശിപ്പിച്ച്. ഈ ഷർട്ട് എനിക്ക് ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് വൈഫ് മേടിച്ചു തന്നാണ്. നല്ല ഷർട്ടാടാ ശരിക്കും. പക്ഷെ വേറൊരു കാര്യം, നല്ലൊരു കാര്യം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കും പ്ലീസ്. അടിപൊളി, ക്യൂട്ട് ആയിട്ടുണ്ട്. ചേലയൊക്കെ കൊടുത്തിട്ട് ഇടയ്ക്ക് പറയുന്നത് കേട്ടോ അമ്മ. ഇത് കല്യാണ സാരിയാണ്. എന്താണ് ഇത് അമ്മ ഇന്നിപ്പോ എന്താ ഒരുക്കി വിട്ടതാണ്. സത്യമായിട്ടും ഏട്ടന്റെ അമ്മ ഒരുക്കി വിട്ടത്. നെക്ലേസ്, വള ഇതൊക്കെ തന്ന് അമ്മ പറഞ്ഞു നന്നായി ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. അമ്മയും നമ്മുടെ ഷോയുടെ ഭാഗമായി മാറുകയാണ്. എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ മാത്രമല്ല, നമ്മൾ വരുമ്പോൾ നമ്മുടെ കുടുംബവും നമ്മളോടൊപ്പം ചേരുമ്പോഴാണ് ഇമ്പം ഉണ്ടാകുന്നത്. അതാണല്ലോ കുടുംബം. ഇങ്ങനെയൊക്കെ ഒരുക്കി വിടാനൊക്കെ അത്ര ഇഷ്ടമാണ്. ഓ വെരി ഗുഡ്. നമ്മൾ പിന്നെ എപ്പോഴും ഈ അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഭവം തയ്യാറാക്കി ഉള്ള സെറ്റപ്പ് ഒക്കെ ആയിരിക്കും നമ്മളൊന്ന് അല്ലേ? അതില് ഈ ട്രഡീഷൻ ഇപ്പോ മടിസാർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇപ്പൊ മാറി. പണ്ടത് ഉടുക്കാൻ വലിയ പാടായിരുന്നു. ഇപ്പൊ ഇത് സ്റ്റിച്ച്ഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് വന്നിട്ട്. പക്ഷെ ആ ട്രഡീഷൻ മടിസാർ ഇതിന് മടി എന്ന് പറയും. അതിങ്ങനെ അപ്പൊ മടിസാർ എന്ന് പറഞ്ഞ ഇതിന്റെ പേര് അങ്ങനെയാണ്. അപ്പൊ ഇത് പഞ്ചകച്ചം എന്ന് പറഞ്ഞ ഇത് ഉടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ 5 കെട്ട് വരും. 5 കെട്ട്, അത് പഞ്ചകച്ചം. അപ്പൊ ഇത് ഈ ബോർഡർ വരുന്നത് ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാക്കി അങ്ങനെ 5 കെട്ട് വെച്ചിട്ടാണ് ഇത് കെട്ടുന്നത്. അപ്പൊ ഇത് പഞ്ചകച്ചം എന്ന് പറഞ്ഞാൽ അത് കെട്ടുന്നത്. പഞ്ചകച്ചം നിങ്ങളുടെ ഡ്രസ് ഒന്നും പറഞ്ഞു അങ്ങനെ ഇല്ല. ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു കോൺട്രാസ്റ്റ് കളേഴ്സ്. പ്ലാൻ ചെയ്ത് വരാറില്ല, പക്ഷെ വരുമ്പോഴത്തേക്കും എന്തൊക്കെയോ രീതിയില് മാച്ച് ആവാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു മാച്ചും ഇല്ല കേട്ടോ. ഇപ്പൊ ഇല്ല. ഇത് പറഞ്ഞിട്ട് ഇട്ടതാ. ഞങ്ങളുടെ നല്ല മാച്ച് അല്ലേ? പക്ഷെ നിങ്ങളുടെ പറയാതിരിക്കാൻ വയ്യ, മാച്ച് അല്ല. പക്ഷെ നാദരയുടെ കമ്മല് ശ്രദ്ധിച്ചു. നേരത്തെ ക്രിസ്റ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാരില്ലേ? അതൊന്നും ഓക്കെ, വിരലില് വരില്ലേ മറ്റേ സ്കെൽട്ടന്റെ രൂപത്തില്. അപ്പൊ ഇന്ന് എന്ത് വിഭവമായിരിക്കും നിങ്ങള്? ആഘോഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാം. മധുരോ പായസം വേണോ? ഓണത്തിനല്ലേ അന്ന് ലഡു ഉണ്ടാവും, ജിലേബി ഉണ്ടാവും. എനിക്കിഷ്ടമാണ് ലഡു. ഓക്കെ, നിങ്ങൾ റെഡിയാണ്? ഓക്കെ, ഓരോ തരത്തിലുള്ള ലഡു ഉണ്ടാക്കും അല്ലേ? ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ കുക്കിങ്ങിൽ ഇപ്രാവശ്യം ഇത്തവണ തൊട്ട് ടൈമർ ഒക്കെ ഉണ്ട്. ഉറപ്പായിട്ടും എക്സാക്ട്ലി.
അത് വളരെ ശ്രദ്ധിക്കുക. ലഡുവിന് അധിക സമയം വേണ്ടല്ലോ ചേച്ചി. നമുക്ക് സാധാരണ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു 25 മിനിറ്റ് മതി, 25 മിനിറ്റ്സ് മതി അല്ലേ? ലഡു ഒക്കെ സിമ്പിൾ അല്ലേ? വീഡിയോ നോക്കാൻ ടൈം എടുക്കും. 25 മിനിറ്റ്. 2.5 മണിക്കൂർ വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് എക്സ്ട്രാ തരാം. നിങ്ങൾക്ക് ഒരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 5 മിനിറ്റ് എക്സ്ട്രാ കൊടുക്കാം വിനീഷേട്ടാ. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഇന്ന് മത്സരിക്കേണ്ടത് ഈ വശത്തിരിക്കുന്നവരാണ് രണ്ടുപേരും, ബേന ചേച്ചിയും നവീൻ അറക്കിലും നാദ്രയും വിഷ്ണുവും. ഇടതു ഭാഗം. ഈ രണ്ട് ടീമുകളാണ് ഇന്ന് മത്സരിക്കുന്നത്. ഓക്കെ, പൊളിക്കാം. കുക്കിംഗ് ആരംഭിക്കണം. ഓക്കെ, വാ. All the best. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ഹലോ ഫ്രണ്ട്സ്, ഹായ്. സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3ലേക്ക് സ്വാഗതം. വീണ്ടും സ്വാഗതം. വീണ്ടും സ്വാഗതം. കാരണം നമ്മൾ നേരത്തെ സ്വാഗതം ചെയ്തു, വീണ്ടും സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് ഞങ്ങളുടെ ടീം ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ പ്രിപ്പറേഷൻ ആണ്. ലഡു. വെരി ബയോട്ടിക് ആയിട്ടുള്ള, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ഇഷ്ടപ്പെടാത്ത ആരാണ്? നമ്മുടെ കുഞ്ഞുങ്ങൾ തുടങ്ങി വയസ്സായ അപ്പൂപ്പനും അമ്മൂമ്മമാരും വരെ ലഡു കണ്ട അയ്യോ ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ കൂടെ ഏതൊരു ഒക്കേഷനും ഏതൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ സമയങ്ങളും ലഡു മസ്റ്റാണ്. അപ്പൊ അങ്ങനത്തെ ഏറ്റവും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലഡു ആണെന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞങ്ങളുടെ സ്പെഷ്യൽ ലഡു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഹെൽത്തി ആൻഡ് ബയോട്ടിക്, നേരത്തെ പറഞ്ഞതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ലഡു ആണ്. അപ്പോൾ അറിയാലോ എന്തൊക്കെയായിരിക്കും ഡ്രൈ ഫ്രൂട്ട്സിൽ ഉണ്ടാവാന്ന്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. എല്ലാ ദിവസവും നമ്മളൊക്കെ എല്ലാവരും രാവിലെ ബദാമോ മറ്റത് മറിച്ചത് എല്ലാം ഒക്കെ ഇത്തിരിശൊക്കെ കഴിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയി അല്ലേ? അപ്പൊ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കേടാ, പറയട്ടെ ഇപ്പോ? അപ്പൊ നമുക്ക് മത്തന്റെ സീഡ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. മത്തൻ, ഫ്ലാക്സ് സീഡ്സ്, ബദാം, പിസ്ത, സൺഫ്ലവർ സീഡ്സ്, ഇത്തിരി പീനട്ട് ബട്ടർ, ഇത് അഞ്ചീർ, നമ്മുടെ പറയുന്ന ഫിഗ്, വാൾനട്ട്, ഇത്തിരി ഹണി, ഇത് ചിയ സീഡ്സ്, ഇത് വെളുത്ത എള്ള്, ഇത് കറുത്ത എള്ള്, ഇത് കുറച്ച് ഡേറ്റ്സ്, ഇത്തിരി കാഷ്യൂസ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡുവിന് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഇത്രയും വളരെ കുറച്ച് മതി, എന്നാൽ വളരെ റിച്ചുമായി. പക്ഷെ ഇതിനകത്ത് നമ്മൾ നെയ്യ് അങ്ങനെ എടുക്കുന്നില്ല കേട്ടോ. സാധാരണ നമ്മൾ എല്ലാ ലഡുവിലും നെയ്യുടെ ഞാൻ കണ്ടിട്ടുണ്ടാകും ചേച്ചി. ഇതിൽ ഞാൻ നെയ്യ് എടുത്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് കുറച്ച് വേണമെങ്കിൽ ഒരു പൊടിക്ക് ഒരു പീനട്ട് ബട്ടർ കുറച്ച് അതായത് ടേസ്റ്റ് മേക്കർ ആക്കാം, ഒന്നും കൂടി ഹെൽത്തി. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാവും എന്നൊന്ന് നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. അപ്പൊ ഞങ്ങള് തുടങ്ങിയാൽ ഐശ്വര്യ കത്തിച്ചോടാ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാൻ ഏകദേശം ചൂടായി. അപ്പൊ ഞാൻ നിനക്ക് കുറച്ച് നല്ല സാധനങ്ങൾ തരാം. ബദാമൊക്കെ ഫേവറേറ്റ്, ബദാമും കാഷ്യൂസും ആണ് ഇട്ടിരിക്കുന്നത്. വാൾനട്ട്സ് അത് കുറച്ച് നല്ലോണം ഫ്ലെയിം കുറച്ച് വെക്കട്ടെ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കും. മാക്സിമം കുറച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെച്ചു. അപ്പൊ ഇതിൽ ഞാൻ ഈ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ആയി വരണം. അത് ആ സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് നമ്മുടെ ഡേറ്റ്സിനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി. വേണ്ട. ഇതും നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ പീനട്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ചെറിയ പേസ്റ്റ് കിട്ടുമല്ലോ അല്ലേ? ഇത് ഇത്തിരി മെൽറ്റായിട്ടും കിട്ടുമോ എപ്പോഴേ? മനസ്സിലായില്ലേ? ഡേറ്റ്സ് ഒക്കെ ഈ പറയുന്ന പോലെ കുറച്ച് കട്ടികളാണ്. അപ്പോൾ നമ്മളപ്പോൾ ഇതിൻ്റെ അകത്ത് ഒട്ടും നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അതൊരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ നോർമലി ഇതുപോലത്തെ ലഡു ഉണ്ടാക്കുമ്പോൾ നമുക്ക് നെയ്യ് ഒരു മസ്റ്റ് കാര്യമല്ലേ സാധാരണ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്നത് പീനട്ട് ബട്ടർ ആണ്. അതെ, ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി കേട്ടോ, നമുക്ക് പിടിക്കാനുള്ളതുള്ളൂ. ഓക്കെ, ലോ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുള്ളൂ പീനട്ട് ബട്ടർ. ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് ഇതിനൊന്ന് ഇത് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ഇതായല്ലോ, സോട്ടായിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഡ്രൈ ഇതല്ലേ, പെട്ടെന്നാവും. അപ്പം നമ്മുടെ ബദാം, കാഷ്യൂ, അതുപോലെ വാൾനട്ടൊക്കെ ഒന്ന് സെമി ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഇതാക്കിയിട്ടുണ്ട്. നമ്മുടെ ഫിഗ്, അഞ്ചീർ,
ഇത് കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ട് ഈ ലഡു. ഞാൻ നേരത്തെ ബയോട്ടിക് എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. കാര്യം എല്ലാവർക്കും നവീൻ എല്ലാം മറ്റേ ബയോട്ടിക്കും മറ്റേ ഇതുമൊക്കെ നോക്കട്ടെ. അല്ല ചേച്ചി അതല്ലേ അവന്റെ ജിമ്മ് ഹെൽത്ത് വൈസ് ഒട്ടും ഇല്ലാത്ത ഞാനും മനസ്സിലായില്ലേ, ഇത് ഹെൽത്ത് നോക്കിക്കോ കോൺഷ്യസ്. ചേച്ചി ഇപ്പൊ അല്ല വേറൊരു കാര്യമുണ്ട്, ചേച്ചി ഹെൽത്ത് കോൺഷ്യസ് അല്ലാന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ജിമ്മിലൊക്കെ പോവാൻ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് അടുത്ത നമ്മൾ ഇടുന്നത് പിസ്ത. പിസ്ത ഇട്ടോ. ഇതാണ് പിസ്ത. പിസ്തയും ഒന്ന് സെമി ഫ്രൈ ആക്കി എടുക്കാം. എടുത്തോ. ഇനി നമുക്ക് ഇത് രണ്ടും ഒരേ ഒരു വലിപ്പമുള്ളതാണല്ലോ. രണ്ടും ഒന്ന് ചൂടാക്കിയത്. അത് രണ്ടും മറ്റേ സൺഫ്ലവർ സീഡും പംകിനും അല്ലേ? നമ്മളിപ്പോ ആഡ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ സീഡും പംകിൻ സീഡും ആണ് കേട്ടോ. കുറച്ചും കൂടി ഒന്ന് റിച്ച്നെസ് കയറട്ടെ. അത് രണ്ടും കൂടെ ഞാനിത് ചൂട് ആറിയെങ്കിലും ഞാനിത് ചൂടാറട്ടെ. ആ ക്രിസ്പിനെസ് കിട്ടാനായിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും പച്ചപ്പ് മാറണമല്ലോ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ റോ ഇത് മാറരുതല്ലോ, മാറണമല്ലോ. ഇതിലെല്ലാം സീഡ്സ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പച്ച ടേസ്റ്റ് വരാൻ ചാൻസ്. അപ്പൊ നമ്മൾ ഇതൊന്ന് ഹോട്ടാക്കി കൊടുത്തു ഫ്ലാക്സ് സീഡിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, ഫ്ലാക്സ് സീഡ്സിന്റെ ഒക്കെ ഗുണങ്ങൾ എന്തോരമാണെന്ന് പറഞ്ഞു കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോണ തരത്തിലുള്ള ഗുണങ്ങളാണ് ഫ്ലാക്സ് സീഡ്സിനുള്ളത്. വെറുതെ നമുക്ക് ഡെയിലി നമ്മുടെ ഇതിൽ കഴിക്കാനുള്ള സാധനമാണെന്ന് പറയും ഫ്ലാക്സ് സീഡ്സ് അല്ലേ? നമ്മുടെ വെയിറ്റ് ലോസിന് ഒക്കെ ഭയങ്കര ബെസ്റ്റാണ് ഫ്ലാക്സ് സീഡ്. യെസ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് ഇത് ചെയ്യും കണ്ടോ, പെട്ടെന്ന് തന്നെ സംഭവം ഫ്രൈ ആയി തുടങ്ങി. മതി ഇതാവും. അത് ഓക്കെ. ഇനി നമുക്ക് ചിയ വളരെ കുറച്ച് മതി കേട്ടോ. ചിയയുടെ അല്ലെങ്കിൽ ചിയ സീഡാണ് അടുത്ത യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ ചൂടായി കഴിഞ്ഞാൽ അത് മാറ്റിക്കോ. മതിയാ? മതി മാറ്റിക്കോ. ഇട്ടോ നമുക്ക് എല്ലാം കൂടി പൊടിക്കാനുള്ളതാണ്, കുഴപ്പമില്ല. ഇനി നമുക്ക് എള്ളിന് സീസം ഇത് മൊത്തം നമുക്ക് ഇതിനും വേണം കുറച്ച് എന്താണ് ഡെക്കറേഷനും വേണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ വെള്ള എള്ള് കേട്ടോ. വെള്ള എള്ള് നമ്മൾ കറുത്ത എള്ളും യൂസ് ചെയ്തിട്ടുണ്ട്, വെള്ള എള്ളും യൂസ് ചെയ്തിട്ടുണ്ട്. മതി, എടുത്ത് വെച്ചോ. അപ്പോൾ നമ്മൾ ഇത് ഈ ഡേറ്റ്സും പീനട്ട് ബട്ടറും കൂടെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അവനൊന്ന് ക്രക്കർ അടിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് തന്നെ പിടിച്ചെടുക്കണ്ടേ നമുക്ക്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് അടിച്ചാൽ ഇങ്ങനെ പേസ്റ്റ് പോലെ പോകും. ഓക്കെ അല്ലേ? അതാ നമുക്കൊരു പിടിക്കാനുള്ള പരിപാടി കണ്ടോ, ഇങ്ങനെ കണ്ടോ. ഓക്കെ. അടിപൊളി. ഇനി നമ്മൾ ഒരു സെമി ഫ്രൈ ആക്കിയിരിക്കുന്ന നമ്മുടെ ഈ സീഡ്സ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് മിക്സിയിൽ. അടിപൊളി. ചേച്ചി നമുക്ക് അത് ഇടാനായിട്ട് അല്ല, ഇത് മിക്സ് ആണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത് ചെയ്യേണ്ടതാണല്ലോ, പിടിക്കേണ്ടതാണല്ലോ. ഒരുമിച്ചല്ലേ ഇടൂ. ഓക്കെ. വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പകുതി സാധനങ്ങളും തിന്നേനായിട്ട്. ഇതിൻ്റെ അകത്ത് നമ്മളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കുറേയൊക്കെ എടുത്ത് നമ്മൾ തിന്നും വീട്ടിൽ. ഒരു രക്ഷയില്ല. ചേച്ചി ഇത്ര മതിയെന്നോളേ? പിന്നെ എല്ലാം ആയി. ഇനിയിപ്പോ നമുക്ക് കഴിഞ്ഞു ഓൾമോസ്റ്റ്. നമ്മളിനി ഇത് പിടിച്ചാൽ മതി. അപ്പം ഞാനപ്പോൾ ഇതിനെ
കൈയൊക്കെ നല്ല ക്ലീൻ ചെയ്താണ്. ഇതല്ലേ നമുക്ക് ലഡു പിടിക്കാൻ കൈ പിടിക്കാതെ പറ്റില്ല. അതെ. കൈയെല്ലാം നമ്മൾ നല്ല ക്ലീൻ മെഷീനിൽ ലഡു ആക്കാൻ പറ്റില്ല. ഇനി ചിലപ്പോൾ വരാൻ ഭാവിയില്ല, പക്ഷെ കൈ കൊണ്ട് ചെയ്തെടുക്കുന്നത് തന്നെ രസം. അതെ, ഇപ്പൊ നമുക്ക് കൈ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ലഡു പിടിക്കാനുള്ള പരുവത്തിൽ ശരിക്കും നമ്മൾ മിക്സ് ചെയ്യണം കേട്ടോ. ശരിക്കും കൈ കൊണ്ട് നല്ല ശരിക്കും ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുത്താൽ അതെ അതെ നമുക്ക് പിടിക്കാനുള്ള ആ ഒരു ഫോമിലാവും. മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് പിടിക്കാൻ. ഇതിനൊന്ന് എല്ലാത്തിനൊന്ന്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതെന്താ ചേച്ചി? നമ്മൾ കുറച്ച് തേനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആ മധുരം ഒന്ന് കറക്റ്റ് ആവാനാണ്. ലഡു എന്ന് പറഞ്ഞാൽ എന്തായാലും നമുക്ക് പിന്നല്ലാണ്ട് അല്ലേ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇപ്പൊ ഷുഗർ ഫ്രീ ലഡു ഒക്കെ ഇറങ്ങുന്നുണ്ട്. എത്രത്തോളം എന്താണെന്നല്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇതിലിപ്പോ ഷുഗർ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല, വളരെ നാച്ചുറൽ ആയിട്ടുള്ള തന്നെയാണ്. ഹണി അതെ 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 ഹണി വന്നിട്ടും അങ്ങനത്തെ ഒരു ഇതില്ലല്ലോ. വേറെ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ. സാധാരണ ലഡൂസിൽ നമ്മൾ ഷുഗർ ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. ഇതിലിപ്പോ ഹണി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നാച്ചുറൽ ഷുഗറാണ് ഹണി. വൈറ്റ് എള്ളേ നമുക്ക് ആ എന്താണ് ലഡു ഉണ്ടാക്കി ഇങ്ങനെ വെക്കുമ്പോഴേ ഒരു എന്താ പറയാ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് ബ്ലാക്ക് നിൽക്ക് മുഴുവൻ ഇടരുത് കേട്ടോ. അല്ല അവിടെ അല്ല, അതിന്റെ പുറത്തില്ലേ, അതിന്റെ പുറത്ത് ഇങ്ങനെ ഒരു ലെയർ പോലെ അങ്ങനെ ഇട്ട നീ ഒന്ന് അതിന്റെ പുറകില് അവിടെ ഒരു അങ്ങനെ അത് തന്നെ അതുപോലെ ഇപ്പുറത്തേക്ക് വരണ്ട. അതിന്റെ പുറത്ത് മാത്രം. യെസ്. എന്നിട്ട് നമ്മളിതേ അപ്പൊ അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു അല്ലടാ ഞാൻ പറയായിരുന്നേ, വീട്ടിലൊക്കെ ഇടാ നമ്മൾ ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ സാധനം ഉണ്ടാക്കിയിട്ടേ ഭരണിയിലാക്കി വെച്ചാലേ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ എന്തൊരു ഹെൽത്തിയാണ്. ഈ ഒരു ഉരുള അങ്ങോട്ട് വൈകുന്നേരം സ്കൂളൊക്കെ കൊടുത്താ എല്ലാം ചെല്ലുകയാണ് അങ്ങോട്ട്. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഇല്ലാത്തത് എന്താ ഉള്ളത്? എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അതെ, ബദാം, എള്ള്, എല്ലാ സാധനങ്ങളും സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ച് ആഡഡ് കളേഴ്സോ ഷുഗറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ നെയ്യ് ഇടാന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഞാനത് ചോദിക്കാൻ സാധാരണ ഞാൻ കണ്ടത് നെയ്യിട്ടുള്ള എല്ലാ സാധനങ്ങളും. അപ്പൊ പക്ഷെ ഞാൻ വിചാരിച്ചെന്ന് അറിയാമോ, ഇതിന് നെയ്യിട്ട് ഇതാക്കണ്ട, നമുക്ക് ഇത്തിരി പീനട്ട് ബട്ടർ ഇട്ട് നമുക്ക് പിടിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ നെയ്യിന്നൊന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത് ലഡു എങ്ങനെ ഉണ്ടാവും നോക്കാം. പീനട്ട് ബട്ടർ ഒന്നും കൂടി നല്ലതാണ്. പീനട്ട് ബട്ടറും ഉണ്ട്, പിന്നെ നമുക്ക് ഇതും ആഡ് ചെയ്തല്ലോ, നമ്മുടെ ഹണി ഉണ്ട്. അപ്പൊ അത് രണ്ടും കൂടി വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ഞങ്ങളെല്ലാം എളുപ്പ പണികൾ അങ്ങ് കുറേ സംഭവങ്ങളും ചെയ്യാൻ എനിക്ക് സമയമില്ല അല്ലേ. ടേസ്റ്റ് ആയിട്ടുള്ള സാധനം അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുക. പക്ഷെ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം പരീക്ഷിക്കുന്നതാണ്. സത്യം. ഞാനും ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ എന്തുകൊണ്ട് എത്ര ലേറ്റ് ആയിന്ന്. മറ്റേ ലാലേട്ടൻ പറയണവര് ദാസ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ഇത് ഇത്രയും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കാൻ ഇത്രയും ഈ ഒരു സെലിബ്രിറ്റി കിച്ചൺ മാജിക്കലി വരേണ്ടി വന്നു അല്ലേ. അപ്പൊ നമ്മൾ ലഡു നമ്മൾ ആക്കി വെച്ചു. ഇനി ഇതിനില്ലേ ലൈറ്റ് ആയിട്ട് ഞാനില്ലേ ഒന്ന് ഇതിന്റെ പുറത്തേ ഒന്ന് എള്ള്, ജസ്റ്റ് വൈറ്റ് എള്ള് മാത്രമേ ഒന്ന് മുക്കി ഇങ്ങനെ വെക്കാണേ. ഓക്കെ. ഒരു ഭംഗിയാണ് ചേച്ചി. ഞാൻ ആലോചിക്കണത് ഈ ഡേറ്റ്സിന്റെ ഉള്ളില് ബദാം വെച്ചിട്ട് നീ വെച്ചു. എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ചെയ്തോ. പിന്നെന്താ അതിന് എന്തൊക്കെ ഭംഗി വെക്കാൻ പറ്റും അതൊക്കെ നീ ചെയ്തു. അങ്ങനെ ചേച്ചി നമ്മൾ പറഞ്ഞ നിശ്ചിത സമയത്തിനുള്ളിൽ അതിനുള്ളിൽ എത്രയോ നേരത്തെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഞങ്ങളുടെ ബയോട്ടിക് ലഡു. നീ അതിന്റെ പേര് മാറ്റരുതാ. സോറി, ബയോട്ടിക് ലഡു ഞാൻ പറഞ്ഞു. ഡ്രൈ ഫ്രൂട്ട് ലഡു.
ഇത് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് നോക്കിക്കോളൂ. നിങ്ങൾക്ക് അതിന്റെ ഭംഗി ആസ്വദിക്കാം. ഇതാണ് ഞങ്ങളുടെ കിടുക്കാച്ചി ലഡു. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. സോ വെൽക്കം ഷെഫ് രാജേഷ് സുബ്രഹ്മണ്യം. സുഖമായിരിക്കുന്നു. അപ്പോ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിലേക്ക് അങ്ങനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് ഞങ്ങൾ. അനീഷേട്ടാ, നമ്മുടെ സീസൺ 1 നമ്മുടെ കുറേ നാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഷെഫ് കൂടിയാണ്. ഇത് ഞങ്ങള് വളരെ ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും കഴിഞ്ഞ ദിവസമൊക്കെ നോൺ വെജ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നത്. പക്ഷേ ഇത് കുറച്ച് സ്വീറ്റ് ആയിട്ട് ഒരു സെലിബ്രേഷൻ മൂഡില് ഞാൻ വന്നതല്ലേ, ഷെഫിന് വേണ്ടി കുറച്ച് മധുരം കൊടുക്കാന്ന് വിചാരിച്ചു അല്ലേ? മധുരം തന്നുകൊണ്ട് ആരംഭിക്കാൻ കരുതി. അതെ, നമുക്ക് ടേസ്റ്റിംഗിലേക്ക് കിടക്കാം അല്ലേ? ബീന ചേച്ചിയും നവീനും തയ്യാറാക്കി വിഭവം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഈവൻ സൈസാണ്. ഇപ്പം സാധാരണ ലഡു ബേസിക് എന്തെങ്കിലും ഒരു സിംഗിൾ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടി ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. ഇപ്പൊ ഇതെന്താണ്? ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. എന്തെങ്കിലും പേര് എന്തെങ്കിലും ഉണ്ടോ? ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ലഡു എന്നാണ്. പിന്നെ ബയോട്ടിക് ആണ്. നമുക്ക് വേറെ പ്രോട്ടീൻ ഷുഗർ കാര്യങ്ങളൊന്നും അല്ല. ഇത് എന്താണ്, ഗീ ഉപയോഗിച്ചിട്ടില്ല. ടോട്ടലി ഗീ കട്ട് ചെയ്തിട്ട് പീനട്ട് ബട്ടറും ഒരു ഇത്തിരി ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ കംപ്ലീറ്റ് ഡേറ്റ്സ് ഇത് കൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് കിട്ടിയതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ? തീർച്ചയായും. കാരണം ലഡു പൊതുവെ ഗീയുടെ ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇപ്പൊ പറഞ്ഞു ഗീ ഇല്ല, പീനട്ട് ബട്ടർ. മറ്റേ പീനട്ടും ബട്ടറിൻ്റെ ഫ്ലേവർ ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു പ്രത്യേകത, ഇതെല്ലാം ഒരു ബ്ലെൻഡ് മിക്സ് ഉണ്ട്. കാരണം ഇപ്പോൾ കഴിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അതിനകത്തൊരു എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും ഒരു മിക്സ് വരുന്നുണ്ട്. ഓക്കെ, ടേസ്റ്റ് ചെയ്യണ്ടേ? ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഷെയർ ചെയ്ത്. കാരണം ഞാൻ ഭയങ്കര ഈ സ്വീറ്റ് ലവർ അല്ല, പക്ഷെ ഇത് കറക്റ്റ്. ഇത് ആക്ച്വലി ബാലൻസ്ഡ് സ്വീറ്റ് ആണ്. ശരി ചേച്ചി, കൊടുത്തോട്ടെ ഇവർക്ക് കൊടുത്തോട്ടെ. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് അസ്. അതെ, അടുത്ത പരീക്ഷണത്തിലേക്ക് സ്വാഗതം. അങ്ങനെ പറയാൻ പറ്റുള്ളൂ, നമുക്ക് എപ്പോഴും പരീക്ഷണമാണ്. ഈ പ്രാവശ്യം ഒരു മധുരമുള്ള പരീക്ഷണമായി കളയാം. അതെ, അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലഡു ഉണ്ട് ലഡു. അപ്പം ലഡുവിന് നമ്മുടെ കോമൺ ആയിട്ടുള്ള മഞ്ഞ കളറിലെ ലഡുവാണ് നമ്മൾ ഈ പ്രാവശ്യം. അതെന്താ പറയുക, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എനിക്കൊക്കെ ഇഷ്ടം ഏറ്റവും കൂടുതൽ മഞ്ഞ കളറാണ്.
നമ്മൾ ലഡു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലോട്ട് വരുന്നത് മഞ്ഞ കളർ ലഡു ആണ് പല ടൈപ്പ് ഇപ്പം ട്രെൻഡ് ആയിട്ടുള്ള ഹൽദിയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ ഞാനൊരു കണ്ടന്റ് പറഞ്ഞു കൊടുത്തു, പക്ഷെ തെറ്റായ സ്ഥലത്താണ് നമ്മൾ യൂസ് ചെയ്തത്. ഹൽദി ലഡു ഹൽദി ലഡു എന്നൊക്കെ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പം ഇത് ഞങ്ങൾ സത്യം പറഞ്ഞ ഇന്നേ വരെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ തെറ്റുകൾ സംഭവിച്ചേക്കാം. യൂട്യൂബിൽ നോക്കി എപ്പോഴത്തെയും പോലെ യൂട്യൂബിൽ നോക്കിയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അതെ, നിങ്ങളാണ് ഞങ്ങളുടെ ഒരു ബലം അല്ലേ? നിങ്ങൾ ഞങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ആ ഇൻസ്പിറേഷനിൽ പിന്നെ ഉണ്ടാക്കാൻ പിന്നെയും എപ്പിസോഡിലോട്ട് വന്നിരിക്കുന്നത്. അതെ, പക്ഷെ ഇത്തവണ ഉണ്ടാക്കിയത് സക്സസ് ആവുമെന്ന് അറിയില്ല. എന്നാലും നമ്മൾ ആക്കണം. ഇപ്രാവശ്യം ഞാൻ വളരെ കോൺഫിഡന്റ് ആണ്. എന്നാൽ ഞാനല്ല അല്ല. അപ്പൊ ഇതിന് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് ഇതിന് വേണ്ട പ്രധാനപ്പെട്ട 2 ആൾക്കാർ നമ്മൾ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി വേണം എന്നേ ഉള്ളൂ. അതൊക്കെയാ അത് പറയൂ. മെയിൻ ഷെഫ് ഇതാണ് എന്റെ മെയിൻ ഷെഫ് മീറ്റ് മിസ് നാദ്ര മെഹ്റിൻ. അതെ, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഞാനൊരു കുശിനിക്കാരൻ, വിഷ്ണു ജോഷി. കുശിനിക്കാരനല്ല, കുറുമ്പുള്ളവനാണ്, ആടി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട പ്രധാനപ്പെട്ട 2 ഇൻഗ്രീഡിയൻസ് ആണ് കടലമാവ്, പഞ്ചസാര എന്നുള്ളത്. പക്ഷേ അല്ലറ ചില്ലറ വസ്തുക്കളും കൂടി ഉണ്ടായാൽ നല്ലതാണെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻ്റ് എന്നുള്ളത് കടലമാവ്. ഓക്കെ, രണ്ടാമത് നമ്മുടെ പഞ്ചസാര, വെളിച്ചെണ്ണ, ഉണക്കമുന്തിരി, കിസ്മിസ്, ഉപ്പ്, അണ്ടിപ്പരിപ്പ്, കൽക്കണ്ടം. പിന്നെ ഈ ലഡുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവാണ് നമ്മുടെ മിൽമയുടെ ഗീ. അത് അങ്ങനെ തന്നെ പറയണം. മിൽമയുടെ ഗീക്കാണ് ഏറ്റവും നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ക്വാളിറ്റിയും ഒക്കെ. പിന്നെ വേണ്ടത് ബേക്കിംഗ് സോഡ. പിന്നെ ഉള്ളത് ഏലക്ക പൊടിച്ചത്, കാർഡമം അല്ലേ? കാർഡമം, ക്രഷ്ഡ് കാർഡമം, ഏലക്ക പൊടിച്ചത്. പിന്നെ വെള്ളം, വാട്ടർ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ നമുക്ക് ഈ കളർ ചേർക്കാം. ആർട്ടിഫിഷ്യലി ഒരു കളർ കിട്ടും. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് കുറച്ച് ക്യൂട്ട്നെസ് ഇടാൻ ശ്രമിക്കുന്നില്ല. അതേപോലെ ഗ്യാസിന്റെ പുറത്ത് ബൗൾ വെക്കുക. അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാര്യം നമ്മുടെ കടലമാവ്. നമ്മൾ ഈ കോമ്പാക്റ്റിന്റെ പൗഡർ പോലെ ഉണ്ടല്ലേ, മുഖത്തിടുന്ന മണി അടിച്ചപ്പോ ഓടി വരാൻ നിങ്ങൾ സ്കൂൾ കുട്ടികളോ? മണി അടിച്ചത് മണി അടിച്ചത് ആരാ? മണിയൻ എന്തുണ്ട് വിശേഷം? സുഖം. എടാ കുറച്ച് മുന്നിൽ നമ്മൾ കണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. വെറുതെ ചോദിക്കാൻ എന്തുണ്ട് വിശേഷം? സുഖം. ടൈമർ മാറ്റിക്കളുണ്ട്. ടൈമർ കറക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആയതുകൊണ്ട് സ്റ്റാർട്ടാണോ? സ്റ്റാർട്ട് ചെയ്തോ? പിന്നെ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, ഞങ്ങൾ പൗഡർ എടുത്തിട്ടേ ഉള്ളൂ. പൗഡർ മീൻസ് കടലമാവ്. പക്ഷെ വേറൊരു കാര്യം, ടൈമിംഗ് നോക്കൂട്ടോ ഞങ്ങള്. നോക്കണം, എല്ലാരും നോക്കണം. നമ്മൾ ഒഴികെ. ഇത് കുക്കിംഗ് തുടങ്ങുമ്പോഴാണ് ടൈമർ വെക്കണ്ട, അല്ലെങ്കിൽ ഇത് മിക്സ് ആക്കുമ്പോൾ വെക്കണോ? നിങ്ങൾക്ക് ഇത് ഇപ്പൊ തുടങ്ങിയാ? അയ്യോ, നിങ്ങൾ പൊക്കോളൂ. അതെ, നമ്മളുടെ ലഡു എന്ന് പറയുമ്പോ ചേട്ടന്റെ മനസ്സിൽ തന്നെ കളർ എന്താ? യെല്ലോ. ചേട്ടന്റെ മനസ്സിൽ എന്താ? ഞാനല്ലേ പറഞ്ഞു യെല്ലോ. കുഴപ്പമില്ല, കോമൺ ടോക്ക് അല്ലേ. അപ്പൊ ആ യെല്ലോ ലഡു നമ്മൾ സാധാരണ പണ്ടത്തെ നൊസ്റ്റാൾജിക്കൽ ലഡു അല്ലേ? യെല്ലോയും ഓറഞ്ച് മാത്രം നമുക്ക് അന്ന് കിട്ടുക. അവരൊക്കെ വന്നു ഇന്റർനാഷണൽ. നമുക്കത് വേണ്ട. സാധാരണക്കാരെയാണ് നമ്മൾ നോക്കുന്നത്. സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഇൻഗ്രീഡിയന്റ് ആയിരിക്കണം കയ്യിൽ ഉണ്ടാവാൻ. എന്തൊക്കെയുള്ളത്? ഓവൻ ഇല്ല. ഓവൻ ഇല്ലാത്ത ലഡു ഇത്. സാധാരണ ഓവനിലാണോ ലഡു ഉണ്ടാക്കുക? അത് ഇവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഉണ്ടാക്കാലോ ഓവനിലും വെച്ച്. വലിയ ധാരണയില്ല, വലിയ ധാരണയൊന്നും ഇല്ല. ഇത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ? കടലമാവ്, പഞ്ചസാര പ്രധാനപ്പെട്ട 2 വസ്തുക്കൾ. പിന്നെ ബാക്കിയൊക്കെ വേണം, ആവശ്യത്തിനല്ല. കിസ്മിസ്, കടലമാവ്, അണ്ടിപ്പരിപ്പ്, ഉപ്പ്. ഇന്നിപ്പോ ആരാ ലീഡ് ചെയ്യുന്നത്? ഞങ്ങള് രണ്ടുപേരും വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണ്. ഇടിച്ചു കയറുന്നൊക്കെ നിൽക്കും. അതെ. അല്ല ശരി, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഓവൻ ഇല്ലാത്ത ലഡു ഇപ്പൊ നാദർ ഉണ്ടാക്കാൻ പോണേ. ഇപ്പൊ എങ്ങനെ ആവിയിലാണോ പുഴുങ്ങിയെടുക്കാൻ പോണേ? ഗ്യാസില് ചുട്ടെടുക്കും, അരിച്ചെടുക്കും. അതാ അരിച്ച. ഇത് ഭയങ്കര സ്പെഷ്യലാ. അരിപ്പ കൊണ്ട് അരിച്ചെടുക്കുന്ന സാധനമാണ്. വെറുതെ അറിയാത്ത പണിക്ക് പോകാൻ. എക്സ് കണ്ടസ്റ്റന്റ് ആണ്, ഒരു കാര്യമില്ല അല്ലേ? എന്റെ കഴിഞ്ഞ ഇതില് തോറ്റുപോയില്ലേ? അത് കണ്ടിട്ടാണ് ചോദിച്ചത്. മസാല ഓംലെറ്റ്, എന്റെ മസാല ഓംലെറ്റ്. പിന്നെ നിനക്കൊന്നും പറയാൻ വോയിസ്. അപ്പൊ ഞങ്ങളുടെ ലഡു അല്ല സാർ, ലഡു. പിന്നെ വേറെ ഒരു ടൈം കഴിയുമ്പോൾ വലിയ അലാം കേൾക്കും. അപ്പൊ നിർത്തിക്കോണം. ഞങ്ങൾ ടൈം ഇപ്പോഴല്ലേ വെച്ചിട്ടുള്ളൂ. അതെങ്ങനെ ശരിയാവും? അവിടെ വെച്ച് കാണാം. അപ്പൊ നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഓക്കെ, ഇതെന്താ? ബേക്കിംഗ്. അത് ഇവിടെ നെഞ്ചത്തിരിക്കുന്ന ചിക്കനൊക്കെയാണ്. എന്റെ പൊളിച്ചുളഞ്ഞു.
ഞാൻ ഒറ്റ അടി അടിക്കാതെ വെച്ചിട്ട് അവിടെ അല്ല ഇവിടെ നിക്കി വെച്ചു ഒളിച്ചു കളയല്ലേ ഒന്നുമില്ലെന്നെ പൊള്ളേ അതൊക്കെ ഇവളുടെ തല പോലെ. പിന്നെ ബേക്കിംഗ് സോഡ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ടാൽ ഇച്ചിരി ഒരു നുള്ളി ഇട്ടാൽ മതി. ഒരു പിഞ്ച്. ഇതൊരു പിഞ്ച് ഉണ്ടാവും. ഇല്ല, ഇത് കുറച്ച് പിഞ്ച് കൂടിപ്പോയി. ഇത് പിഞ്ച്, ഒരു പിഞ്ച് അങ്ങോട്ട് വന്നാലുണ്ടല്ലോ. ആ മതി മതി മതി, ബാക്കി പറന്നുപോയി. പിന്നെ ഇനി വേണ്ടത് ആരോഗ്യപരമായ ഒരു കാര്യമാണ് ഇത് കിണ്ടുക എന്നുള്ളത്. അത് ഇളക്കുക, നമുക്ക് ഏൽപ്പിക്കാം നന്നായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരെ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മാക്സിമം ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അതെ, എന്നാലാണ് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരത്തുള്ളൂ. അതെ, ഇല്ലെങ്കിൽ ഞങ്ങൾ പിണങ്ങും. ഇല്ലെങ്കിൽ ഞാൻ പോക്കോറ് കൊടുത്ത് പോകും. നീയും എൻ്റെ കൂടെ വരില്ലേ? എവിടേക്ക്? നീ ഇല്ല, നീ എവിടെയും പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വിടുമോ നിന്നെ? ഞാൻ ഉണ്ട്, ഈ വിടും. നീ അങ്ങനെയാണ് എന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട്. പണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് അവൻ, അവിടെ ഒറ്റയ്ക്ക് പോയി അവൻ. അതെ, പണ്ട് ഓർമ്മയുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട്. നമ്മൾ കിടന്നിട്ടുണ്ടോ? നമ്മൾ കിടന്നിട്ടുണ്ടല്ലോ. നമ്മൾ കിടന്നിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ കിടന്നത് നമ്മളാണെന്നുള്ളതാ. അതിനുള്ള അവാർഡ് കിട്ടി ജയിലിലട്ടോ. ജയിലിലെ ടാസ്കാ പറഞ്ഞത്. ആ, ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് മതി മതി നിക്ക്. ഓ, മറ്റേ അളവ് എന്താന്ന് വെച്ചാൽ നമുക്ക് അതിൽ നോക്കാമായിരുന്നു. 160 ml വല്ലതും ആയോ എന്നുള്ളതൊക്കെ. ഇല്ല, നമുക്കത് നോക്കിയാലും കുറച്ച് ഇതായിട്ട് വേണം. മതി മതി. ആ, ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് നിർത്താം. നിർത്തിയിട്ട് ഇത് കുറച്ച് നേരം മാറ്റി വെച്ചേക്കാം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കടലമാവും ഉപ്പും ബേക്കിംഗ് സോഡയും മാറ്റി വെച്ചേക്കണം. ഒരു 5 to 10 മിനിറ്റ് വെക്കണം എന്നാണ്. നമുക്ക് അത്ര സമയമില്ല. കൺസിസ്റ്റൻസിലോട്ട് ആക്കിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഇങ്ങനെ തൊട്ട് നക്കാൻ തോന്നും, പക്ഷെ തൊടരുത്. ഞങ്ങൾക്ക് കമന്റ്സ് വന്നായിരുന്നു. അതെ, തൊട്ട് നക്കിയത് ശരിയായില്ല എന്നുള്ളത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാനുള്ള സെക്കൻഡ് പ്രോസസ് എന്നുള്ളത് ഒരു പാൻ എടുക്കുക. ഇത് ഏതിന്റെ പാനാ? ഇത് മിനോൾട്ടയുടെ പാൻ. അപ്പൊ നമ്മുടെ ലഡു ഗംഭീരമാവും. ഒട്ടും ആർട്ടിഫിഷ്യൽ. അതെ, നേരത്തെ നിങ്ങൾ ഒരു കമന്റ് ഒക്കെ ഇട്ടുന്നത് ഗ്യാസ് തിരിക്കാൻ പോലും അറിയില്ല. സത്യമാണ്, ഗ്യാസ് തിരിക്കാൻ അറിയാം ആക്ച്വലി. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉള്ളത് അമുക്കി പിടിക്കണം. ഇത് കുറച്ചു നേരം നമ്മളെ നോർമൽ ഗ്യാസ് പോലെയല്ല, ഇത് തിരിച്ചിട്ട് കുറച്ചു നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കണം. പറ്റുള്ളൂ, കത്തും. എന്നിട്ട് പാൻ വെക്കുക. പാൻ വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് എണ്ണ ഒഴിക്കുക. സെലിബ്രിറ്റി കിച്ചൺ മാജിക്. ഞാൻ ഇന്ന് കുക്കിംഗ് ഷോയ്ക്കുള്ള ഞാൻ നഖമൊക്കെ താണ്ടേ. ഞാൻ ഓൾറെഡി ക്ലെൻലിനെസിന്റെ ആളാ. അതെ, പക്ഷെ കറുത്തു പോയല്ലേ വിഷ്ണു? കളറിനെ അല്ല, ടാൻ അടിച്ചിട്ട്. അതെ അതെ, ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു ഡാൻസ് ഷൂട്ട്. എന്റെ മോണിക്ക ലോ ഫ്ലെയിമിലിടണ്ടേ? ലോ ഫ്ലെയിമിലാണത്. ആണോ? എന്നിട്ട് നമുക്ക് ഒരു ആവശ്യത്തിന്, ഇല്ലെങ്കിൽ അനാവശ്യത്തിന് ഇടാം. ഇവിടെ ഒഴിക്കുമ്പോൾ അത് അനാവശ്യം ആയിക്കോളും. ഒഴിക്കൂ, നമുക്ക് ലഡു ഒക്കെ ഒഴിക്കാനുള്ളതാ. അതെ അതെ, നമുക്കൊരു 1.5 കപ്പ് ഇനിയും ഒഴിക്കാം. 1.5 കപ്പ് മുങ്ങണല്ലോ. ഇത് മുങ്ങണ്ടേ? അതെ, മുങ്ങി ചാവണം. അത് ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഇത് ചൂടായോ നോക്കണ്ടേ? ഇതിട്ട് ആയില്ല നോക്കണം നമ്മള്. ഒന്നുമില്ല, അത് അലങ്ങിയിട്ടില്ല അതിനകത്തിരുന്ന്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ലഡു ഉണ്ടാക്കാൻ പറ്റുന്ന കാഷ്യൂനട്ട് ബാക്കി വരും. അപ്പൊ നമുക്കത് ഗൈസ്, നമ്മൾ തുടങ്ങിയ സമയത്ത് ഇതൊരു ഫുൾ ഉണ്ടായിരുന്നു. ഇവൻ കഴിച്ച് പാതിയായി. ഫ്രണ്ടിൽ നിന്ന് കഴിക്കല്ലേ, ചിലപ്പോ അതിനും കമന്റ് വരും. സ്വാഭാവികമല്ലേ ഇതൊക്കെ? ഹായ്, നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ദിവ്യ അപ്പുറത്തെ സൈഡ് പ്രാർത്ഥിക്കുന്നുണ്ട് കൊളാവാൻ വേണ്ടിയിട്ട്. 1 2 3 സ്റ്റാർ. ഒഴിക്കാൻ കിട്ടും നല്ല പോലെ. അന്ന് ഇളക്കിട്ട് ഒഴിക്കി. ഗൈസ്, ഇങ്ങനെയൊന്നും അല്ല അവര് കാണിച്ചത്, പക്ഷെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. നീ എടുത്തോടാ, നീ എന്താ നോക്കിക്കൊണ്ടിരിക്കണേ? നീ കാണി. ഈ മെനക്കായിട്ടുണ്ട്. ഞാൻ മാറ്റിത്തരാം. അതൊന്ന് ഇളക്കിയ നീ. സോറി ഗൈസ്, ഞാൻ ഇളക്കാൻ വിട്ടുപോയി ആദ്യം. സത്യം പറഞ്ഞാൽ യൂട്യൂബർ ഇങ്ങനെ എല്ലാം കാണിച്ചു. യൂട്യൂബറൊക്കെ ഒഴിച്ചപ്പോൾ തന്നെ ഉരുണ്ടങ്ങ് താഴെ പോയി. അതെങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല.
അപ്പൊ നമ്മള് നേരത്തെ ഉണ്ടാക്കിയത് അത് മാറ്റി വെച്ചിട്ടുണ്ട്. ബോന്തി ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് പറ്റത്തിരി നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഗ്യാസ് ഓൺ ആക്കി പാൻ വെക്കുക. പാൻ നല്ല ചൂടാണ്, കുഴപ്പമില്ല. 2 കപ്പ് പഞ്ചസാര ഇടുക. എത്ര കപ്പ് ഉണ്ട്? അതൊരു കപ്പ്. 2 കപ്പ്. ആ പോട്ടെ. 2 കപ്പ് പഞ്ചസാര എടുക്കുക. 1 കപ്പ് മാറ്റിയാലേ കാരണം നമ്മൾ ഇച്ചിരി ബോന്തി കുറവല്ലേ. ആ ഓക്കെ ശരി, 1 കപ്പ് മാറ്റാം. ലഡു ഇത്തിരി പഞ്ചസാര കുറഞ്ഞാലും അല്ലല്ല ഷുഗർ പ്രശ്നം. അയ്യോ നമ്മളെ ഷെഫിന് അല്ലെങ്കിൽ ആരോഗ്യ ഇവനെ 2 കിട്ടൂല്ലെങ്കിൽ. പക്ഷെ ലഡു കറക്റ്റ് ആയാൽ മതി. എന്നിട്ട് അതിൽ 1 കപ്പ് വെള്ളം. 1 കപ്പ് വെള്ളം കപ്പ് എടുക്ക്. കിണ്ടാനൊരു പാത്രം എടുത്തേ. ഉറപ്പല്ലേ? അതെ അതെ. ഏതെങ്കിലും സ്പൂൺ എടുത്തോ? ആ എന്നിട്ട് ഫൈബറിന്റെ സ്പൂൺ എടുത്തിട്ട് വന്നിട്ട് വേണം. 1 കപ്പ് വേണ്ടായിരുന്നു, പഞ്ചസാര കുറവിലിട്ട്. ഞങ്ങൾ ബോന്തി ഇടുവാണേ. നമ്മള് വിഷ്ണുവിനെ മാറ്റി നിർത്തിയില്ല. വിഷ്ണു ഉണ്ടാക്കിയ നീണ്ടതും ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത് ഇടണം. അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ചേരം ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഏലക്ക പൊടിച്ചത് എടുക്കുക. എന്നിട്ട് മറ്റേ കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരു പൊടിക്കുക. കൽക്കണ്ടൊക്കെ പിന്നീട് അല്ലേ? കൽക്കണ്ട സെപ്പറേറ്റ് നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ട്. കുരുമുളകാണ് ഇത്? അല്ല, ഏലക്ക. ഓക്കെ, നമ്മളുടെ ഇതിപ്പോൾ നല്ല സ്മെല്ലും ഉണ്ട്, കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഇതിലൂടെ നമ്മൾ ഇപ്പോൾ ഒരു കളറുണ്ട്, വേണമെങ്കിൽ ഒരു പൊടിക്കും കൂടി ഒരു യെല്ലോ കയറി നിൽക്കാൻ വേണ്ടി നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു കളർ ചേർത്ത് കൊടുക്കാം. ആഡ് ഓൺ ചെയ്യാം. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, ചേർക്കാതിരിക്കാം. അടുത്ത നമ്മൾ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ഇടാനുണ്ട്. അപ്പം നമുക്ക് ഗീ ഒഴിച്ചിട്ട് വറുത്തോ. ഇതിനെ നമ്മൾ ആദ്യം കുറച്ച് ഡ്രൈ ആവാനുണ്ടായിരുന്നു. ആക്ച്വലി കുറച്ച് നട്ട്സ് ഇടാം. നട്ട്സ് തെറിക്കുന്നു. അണ്ടിപ്പരിപ്പും നേരത്തെ ഇട്ടത് കശുവണ്ടി. കിസ്മിസ് അതിന് കശുവണ്ടി. അണ്ടിപ്പരിപ്പ് തന്നെയാണ് കശുവണ്ടി. മതിയാടാ, കുറച്ചും കൂടി ഇട്ടോ, അത്ര ഉള്ളതല്ലേ. നമ്മൾ എന്ത് വന്നാലും ഫേസ് ചെയ്യും അതിന്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കൈ പൊള്ളിയിട്ട് പാടില്ല. എന്നിട്ടും കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒരു വിധത്തിൽ ഞങ്ങൾ അത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 15 ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, 15 ഉണ്ടാക്കില്ല, 5 ഉണ്ടാക്കിയാലേ വേണം നമുക്കറിയാം. ഞങ്ങൾ ജയിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. അതെ, താങ്ക് യു. ഞങ്ങൾക്ക് സപ്പോർട്ട് തരിക. കമന്റ് സെക്ഷനിൽ പോയി കമന്റ് ഇട്ട് ഫൈറ്റ് ചെയ്യണം അവരുമായിട്ട്. ഞങ്ങള് കോമ്പറ്റീഷനിൽ തോറ്റാലും കമന്റ് ബോക്സിൽ ജയിക്കണം അല്ലേ? അതെ, അപ്പൊ നിങ്ങൾ കമന്റ് ഇടുക, സപ്പോർട്ട് ചെയ്യാം. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE and നമ്മുടെ രാമചന്ദ്രൻ. ഇത് എന്തുവാണ് ലഡു? അല്ല, പൊതുവെ ഹൽദി ലഡു എന്നാണ് സാധാരണ ഇവിടെ എല്ലാവരും ഡ്രൈ ആയിട്ടുള്ള ലഡു അല്ല ഉണ്ടാക്കിയത്. ഞങ്ങൾ കുറച്ച് ട്രഡീഷണൽ പണ്ടത്തെ ആളുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കിയ ലഡുവാണ്. നമുക്ക് മനസ്സിലോട്ട് ലഡു എന്ന് ആദ്യം പറയുമ്പോഴത്തേക്കും മഞ്ഞ കളറാണല്ലോ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പേരിട്ടു. ഇനി കഴിച്ചു നോക്കിയിട്ട് ലഡു എന്നുള്ളത് പേര് വെക്കണോ വേണ്ടേ? ബൂന്തി ലഡു നോർമലി നമ്മൾ ഈ പറയുന്ന ബേസൻ ഫ്ലവർ ഒന്നും ചേർത്തില്ലെങ്കിൽ പോലും ആ ഒരു യെല്ലോയിഷ് കളർ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് ബേസൻ ഫ്ലവറിൽ സാധാരണ ലഡു എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇരിക്കുന്നത്.
അല്ലേ? ഷുഗർ സിറപ്പ് മെയിൻലി എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണല്ലോ ഉണ്ടാക്കിയത്. നമ്മളുടെ കുറച്ചും കൂടി അൺഹെൽത്തി. ഞാനിത് കഴിക്കണ്ട. അല്ല, ഷുഗർ കുറച്ച് കൂടുതലാണ്. ഹെൽത്തി ആകുമ്പോൾ ഞാൻ നമ്മളിത് എങ്ങനെ കഴിക്കും? അങ്ങനെയല്ല, ജീവിക്കുന്നുണ്ട്. അതെ, ഷുഗർ കുറച്ച് കൂടുതലാക്കിയിട്ടുണ്ട്. അല്ല, ലഡു എന്ന് പറയുമ്പോൾ പൊതുവെ എന്റെ ഒക്കെ കുട്ടിക്കാലത്തെ ലഡു എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്വീറ്റ് ആയിട്ടുള്ളതാണ്. ഇപ്പോഴാണ് നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയത്. ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് ഒരു കാര്യം, അനുവദിച്ച സമയം എത്രയായിരുന്നു? നമുക്ക് 25 മിനിറ്റ് ആണ് അനുവദിച്ചിട്ടുള്ളത് അല്ലേ? നിങ്ങൾ എത്ര സമയം എടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? ഞങ്ങളതിൽ മുഴുകി ഉണ്ടാക്കണില്ലേ, അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അല്ല, തമാശല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ടൈമർ വേറെ ആരും ഓഫ് ആക്കിയത്. അങ്ങനെയല്ലല്ലോ, നമ്മൾ ടൈമർ വെച്ചിട്ടുള്ളത് തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടൈം. നമ്മള് കാരണം ഇവരെല്ലാവരും അത് നോക്കിയിട്ടാണ് ചെയ്തത്. അപ്പം ഒരാൾക്ക് വേണ്ടി മാത്രമായിട്ട് അത് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, സമയം കൂടിയിട്ടുണ്ടെന്ന് അറിയാം. ഞാൻ അടിസ്ഥാനമായിട്ട് നമ്മൾ രണ്ടുപേരും കുക്കിംഗ് ചെയ്ത എക്സ്പീരിയൻസ് അല്ലാത്ത രണ്ടുപേരും. അപ്പം ഞങ്ങൾക്ക് തുടക്കത്തെ ഒരു പരിമിതിയുണ്ട്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളത് കാരണം ഒരു എക്സ്ക്യൂസ് ആണ്. എക്സ്ക്യൂസ് പറയുന്നില്ല, ഇതാണ് നമ്മൾക്ക് പറ്റിയ ഒരവസ്ഥ. നമ്മളുടെ അവസ്ഥ ഇതാണ്. ചെയ്ത് നോക്കിയിട്ടുണ്ടോ? വീട്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? ഇല്ല, ലഡു ആദ്യമായിട്ടാണ്. നിങ്ങൾ 45 മിനിറ്റ് കൂടുതൽ 45 മിനിറ്റ് കൂടുതലാണ് ടോട്ടൽ. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? അവർ കാര്യം പറഞ്ഞു, അവർ ഇതുവരെ അടുക്കള പോലും അതൊരു അവരുടെ കുറ്റമല്ല. പക്ഷെ അവർ കണ്ടസ്റ്റന്റ് ആയിട്ട് വന്നു. പക്ഷെ ഒരു മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ആ ടൈമിലേക്ക് എത്താൻ ഇത്തിരി കൂടി ടൈം വേണം അവർക്ക് അത് എത്താൻ. അപ്പൊ ഈ പ്രാവശ്യം കൂടി അവർ അങ്ങോട്ട് പോട്ടെ, അങ്ങനെ പോട്ടെ. എന്നിട്ട് നവീൻ ചേട്ടനും അതിനാണ് പറയാം. ദീപന്റെ അഭിപ്രായം? അല്ല, അങ്ങനല്ല, ഇതൊരു മത്സരമല്ലേ. അപ്പോൾ ഓൾറെഡി നേരത്തെ തന്നെ പറഞ്ഞു നമ്മളത് 25 മിനിറ്റ്സ് ആണ് എന്ന് കറക്റ്റ് പറഞ്ഞു. ടൈമർ വെച്ചു. നമ്മൾ അതനുസരിച്ചാണ് അത്രയും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഓടി നിന്നത്. നമ്മൾ ഈ കുറച്ച് സംശയങ്ങൾ ചോദിച്ചു, ഈ മിനിറ്റ്സിന്റെ കണക്ക് ചോദിച്ചപ്പോൾ 25 മിനിറ്റ്സ് കുക്കിങ്ങിന് പ്ലസ് 5 മിനിറ്റ്സ് ഇത് ഗാർണിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി കുക്ക് ചെയ്യുന്ന സമയത്ത് സൈമൾട്ടേനിയസ്ലി ഞാനത് ഗാർണിഷ് ചെയ്യാം. സമയം പാലിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിന്റെ ഒരു അങ്ങനെ തന്നെയാണ് ടൈം പറഞ്ഞിരുന്നു. അപ്പോൾ ടെക്നീക്സ് ആണ് മെയിൻലി. ഇപ്പോൾ കുക്കിങ്ങിൽ ടെക്നീക്സ് എന്ന് പറയുമ്പോൾ ഒരു സൈഡിൽ പാക റെഡിയായിരിക്കണം, ബൂന്തി വേറൊരെണ്ണത്തിൽ റെഡിയാക്കണം. അങ്ങനെ കുക്കിംഗ് ആ ടെക്നീക്ക് വരുമ്പോൾ 20 മിനിറ്റ് 25 മിനിറ്റിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ഈ പ്രാവശ്യത്തേക്ക് എന്തായാലും എല്ലാവരുടെയും ഓവറോൾ ഷെഫിന്റെ ഉൾപ്പെടെ തീരുമാനം നമുക്ക് ഇവരുടേത് മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നു. പിന്നെ ടേസ്റ്റ് ചെയ്യാം അല്ലേ? ആ ഒരു എക്സ്പീരിയൻസ് കുറവ് നന്നായിട്ട് ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ അതുമല്ല, ഇങ്ങനത്തെ ലഡു നമ്മൾ ചെയ്യുമ്പം ഈ ചൂടോടുകൂടി തന്നെയാണ് പിടിക്കേണ്ടത്. ഓക്കെ, കാരണം ലഡു കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ് നമുക്ക്. അതുപോലെ തന്നെ മുന്തിരിക്കൊത്ത് അറിയാലോ, ഓക്കെ, അതൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചൂട് നമ്മൾ ആ ഒരു 50 ഇപ്പം ഒരു ചൂടോടെ ഉരുട്ടാൻ നോക്കി രണ്ടും അതാ ആ ഒരു 50 മിനിമം 50 to 60 ഡിഗ്രി ടെമ്പറേച്ചർ അത് ഉണ്ടായാൽ മാത്രമേ നമുക്ക് അതും നമ്മളത് പ്രസ് ചെയ്യും വേണം. ആ ഒരു എങ്കിൽ മാത്രമേ അത് ഇരിക്കത്തുള്ളൂ. പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നോർമൽ ടെമ്പറേച്ചറിലോട്ട് വരുന്നതനുസരിച്ച് അത് ടൈറ്റ്. അപ്പോൾ ഇതങ്ങനെയല്ല, ഇത് കുറച്ച് തണുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതാണ് ആ ഒരു അതുകൊണ്ടാണ് ആ കയ്യില്ല ഇത് കയ്യിൽ നിന്ന് ഈ ഒരു ആകൃതിയിൽ വന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പം അത് ഒരു ആ എക്സ്പീരിയൻസിൻ്റെ കുറവാണ് ഈ കാണുന്നത്. പക്ഷെ എപ്പോഴും ഒരു ഈവൻ ആയിരിക്കണം, ഒരു ഫീല് വരുത്തണം. ഓക്കെ, അപ്പോൾ ഇതൊരു നേരത്തെ പറഞ്ഞതുപോലെ കോമ്പറ്റീഷൻ അല്ലേ, ഉള്ളിലോട്ട് എടുക്കുക. ഓക്കെ, ഒരു പീസ് ആണെങ്കിലും ശരിയാണ്, അത് അതിന് അർത്ഥവത്താക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ ബീന ചേച്ചിയും നവീനും നാദരയും വിഷ്ണു ഒക്കെ പാചകം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത പാചകം നാളെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ക്രിസും ദീപന്റെ നേതൃത്വത്തിലുള്ള നാളെ ആണ് നിങ്ങളുടെ ലഡു ഉണ്ടാക്കേണ്ടത്. പക്ഷെ നമ്മുടെ സ്വീറ്റ്സ് പോലെ തന്നെ നമ്മുടെ എപ്പിസോഡ് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു അല്ലേ? മൊത്തത്തില് അല്ലേ? നാളെ കുറച്ചുകൂടി സ്വീറ്റ് ആകാൻ പോവുകയാണ്. ക്രോക്കറി പാർട്ട്ണർ മിനോൾട്ട, ഈസി ആൻഡ് ഹെൽത്തി കുക്കിംഗ്. അനീഷ് രവി കോസ്റ്റ്യൂം സ്പോൺസേർഡ് ബൈ ധന്യ ഫർണിച്ചർ, കൊട്ടാരക്കര.